ഒരു ഫുൾ ലെങ്ത് വീഡിയോ എടുത്താലോന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രസീലിയൻ സ്വീറ്റ് ആയിട്ടുള്ള ബാല ബയാന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ട്രെൻഡ് ഫുൾ അതാണല്ലോ, എടുക്കുന്നു, പൊട്ടിക്കുന്നു, തിന്നുന്നു, അടിപൊളിയാന്ന് പറയുന്നു. അപ്പം എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ വിചാരിച്ചു. അങ്ങനെ നമ്മൾ കണ്ടൻസ് മിൽക്കാണ് അതിലേക്ക് വേണ്ടത്. ആകെ 3 ഇൻഗ്രീഡിയൻറ്റ് മതി. കണ്ടൻസ് മിൽക്ക്, ഡെസ്റ്റിനേറ്റഡ് കോക്കനട്ട്, ബട്ടർ. ഇത് 3 എടുത്തിട്ട് നല്ലോണം ഫ്ലെയിം ഇതാക്കിയിട്ട് തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. സോ നമ്മളെന്തായാലും ആക്കുകയാണല്ലോ, അപ്പം എൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ എടുക്കുക വെച്ച് കുറേ ആയി നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാനും ഹാഷിമും നമ്മളെ കുറച്ച് കോപ്രായങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണാമല്ലോ, നമ്മളെങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുൾ ലെങ്ത് ഒരു കുക്കിംഗ് വീഡിയോ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണത് കാണിക്കാമെന്നും കൂടെ വിചാരിച്ചു. അപ്പം ഇത് ഫ്ലെയിമിലിട്ടുകൊണ്ട് നമ്മളെന്താണ് ചൂടാക്കുന്നുണ്ടായിരുന്നു. സോ അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോരോ എന്താ പറയുക, ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നാക്കുമ്പം ഓനിങ്ങനെ ഓരോരോ കളി കളിക്കുകയാണ് ഗൈസ്. അപ്പം ഇങ്ങനെ കണ്ടൻസ് മിൽക്ക് എടുക്കുന്നതിൻ്റെ ഒക്കെ ഇങ്ങനെ ഓൾറെഡി ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്, കാണിക്കണ്ടേ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടാവാണ്ട് എന്ത് ഇത് ബാല ബയാനയില് ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. ചൂടുള്ള പാത്രം എന്റെ മുമ്പിൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ഞാനത് ടേസ്റ്റ് കഴിക്കേണ്ടി വരും. എന്താ സോ ഗൈസ്, നമുക്കിനി ഇത് ഉണ്ടാക്കണം ചൂടാറി കഴിഞ്ഞിട്ട്. ഓക്കെ, സെറ്റ് ആയിരിക്കും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫുഡ് വൈറലാവാതിരിക്കില്ലേ തിന്ന് കഴിഞ്ഞിട്ട്. സോ നമ്മളിത് ഉണ്ടാക്കാൻ പോകണം. ഉണ്ടാക്കി കഴിഞ്ഞ് സെറ്റ് ആയിട്ട് നമ്മൾ മൊത്തത്തിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ വലിയ പെർഫെക്റ്റ് ആവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നതും ആക്കുന്നതും. സോ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക. അങ്ങനെ നമ്മളിത് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ജസ്റ്റ് നമ്മൾ ബൗണ്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഉണ്ടായിരുന്നത്. ഹലോ ഗായ്സ്, സോ കൈ പൊള്ളിയോണ്ട് ഞാന് കൈന്റെ മുകളില് പേസ്റ്റ് ഒക്കെ തേച്ചിട്ട് വന്ന ഇങ്ങനെ പൊട്ടിക്കൽ എന്നാ പണി? 24 എന്താ പഠിച്ച കുപ്പി സോനപ്പിന്റെ കാലി കുപ്പി വീണതാണ്. ഞാൻ പൊട്ടിച്ചോന്നല്ല. അല്ലാതെ ഇപ്പൊ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വയറ് ഇളകിയിട്ടില്ലെങ്കിൽ this is not my recipe, okay? Okay. അവിടെ വയറിളകില്ല, ജസ്റ്റ് കഴിക്കാം. കണ്ടില്ലേ, കാണുമ്പോ തന്നെ വായിലിട്ടിട്ട് തിന്നാൻ തോന്നും. തിന്നതല്ല, കഴിക്കാൻ. സംഭവം സിമ്പിളാണ് ഉണ്ടാക്കാൻ. 5 മിനിറ്റിന്റെ പരിപാടിയുള്ളൂ. നമ്മള് പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടും ഞാനാണ് ഇതൊക്കെ ഹെൽപ്പ് ആക്കിയത്. ഞാനാണ് എന്താണ് സാധനമൊക്കെ എന്താണ് അങ്ങോട്ട് വെച്ച് ഇവിടെ വെച്ച് വൃത്തിയാക്കി. അടുക്കള വേണമെങ്കിൽ കഴുകി കൊടുത്തെന്ന് പറയാം. എന്താ പറയാ, പിന്നെ അടുക്കള കഴുകാൻ മാത്രമുള്ളതൊന്നുമില്ല. ഇനി കുറച്ച് സാധനം മെസ്സിയായി അമൂൽ. സോ ഗൈസ്, നമ്മൾ യൂസ് ചെയ്തത് അമൂലിന്റെ മിൽക്ക് മെയ്ഡ് ആണ്. സോ നിങ്ങളും ഇത് തന്നെ യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സപ്പോസ് ഇപ്പൊ നിങ്ങളിപ്പോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോ അല്ല വേറെ അമൂലിന്റെ യൂസ് അല്ല വേറെ ബ്രാൻഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല. നമ്മളെ പറഞ്ഞ കാര്യമില്ല. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അമൂലാണ്. അമൂലിന്റെ പരസ്യം നല്ല കേട്ടോ. അങ്ങനെ ബോൾസ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ കഴുകിയിട്ട് ബോൾസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ മെയിനായിട്ട് പരിപാടി, ഇത് കാരമൽ കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഷുഗർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ടാവും നല്ലോണം ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം നല്ലൊരു ബ്രൗണിഷ് കളർ ആവണ വരെ നല്ലോണം ചൂടാക്കണം ഗൈസ്. എന്നാലേ ഇതാവുള്ളൂ. ഓവർ ബ്രൗൺ ആയാൽ കരിഞ്ഞു.
ഇപ്പൊ അവിടെ തകൃതമായി പണി എടുക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എന്താണ് സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധനം അങ്ങോട്ട് എടുത്തെടുക്കുക, ഇങ്ങോട്ട് എടുത്തെടുക്കുക, പാത്രം കൈ വെക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതായും വിചാരിക്കണ്ട, ഞാൻ ചെയ്യുന്നുണ്ട്. അവിടെ ഒറ്റക്കല്ലാതെ പയണിക്കുന്നത്. ലാസ്റ്റ് കമന്റിന് മൊത്തം അതായിരിക്കും പറയാം. അതിന് മുമ്പേ മുന്നോടിയായി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, എന്താ പോലെ ഒരു കുലുമലാക്കണ പരിപാടി ഇരുന്നു അവിടെ. നമ്മള് കാരമൽ കോട്ട് ചെയ്യായിരുന്നു. എന്നിട്ട് ശരിക്കും ടൂത്ത് പിക്കിൽ ജസ്റ്റ് കുത്തിക്കൊണ്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ടൂത്ത് പിക്ക് അന്നേരം നോക്കിയപ്പോൾ ഇട്ടിട്ടില്ല. സോ ഞാൻ സ്പൂൺ വെച്ചാക്കി. ഓൾറെഡി 2-3 വീഡിയോയിൽ പ്ലേറ്റിൽ ഒട്ടിപ്പിടിച്ച് കാണുന്നുണ്ട്. സ്പൂണിലും പ്ലേറ്റിലൊക്കെ ഞാൻ കുറച്ച് ബട്ടർ തേച്ചിട്ടുണ്ടായിരുന്നു. കാരമലല്ലേ, ചൂടാറി ഒട്ടിപ്പിടിക്കുമല്ലോ. സോ അങ്ങനെ ഭയങ്കര ചൂടുണ്ടായിരുന്നു. അത് പിന്നെ ആഷിമിൻ്റെ അടുത്ത് ഇങ്ങനെ ആക്കാണ്ട് കഴിയൂല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ടാക്കി. സംഭവം പ്ലേറ്റിലേക്ക് കുറച്ച് കാരമൽ കൂടുതലായിട്ട് ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിലും സാധനം രസമുണ്ട്. പക്ഷെ ഓവർ നല്ല മധുരമാണ്. മിൽക്ക് മേഡ് യൂസ് ആക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ കാരമലൈസ് കോട്ടിങ് അല്ലേ വരുന്നത്. അതുകൊണ്ട് ഒരു 1 ടൈം ഈറ്റാണ്. ഒരു ബോളൊക്കെ ഒരാൾക്ക് തിന്നാലാണ്, കൂടുതലായിട്ട് ഇങ്ങനെ തിന്നാനൊന്നും പറ്റൂല. പക്ഷെ രസമുണ്ട്. സാധനം ഇങ്ങനെ പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കാൻ വേറെ തന്നെ അടിപൊളിയാണ്. സോ ഗൈസ്, ഫൈനലി നമ്മള് ബാല ബയാനായിട്ടുണ്ട് ഗൈസ്. കുറച്ച് ബ്രസീലിയൻ സ്വീറ്റ്, ബ്രസീലിയൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ബാല ബയാന. സോ ഗൈസ്, ഇതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ടൂത്ത് പിക്ക് ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ നിങ്ങൾ അതില്ലാത്തത് കൊണ്ട് ടൂത്ത് പിക്ക് ഇതിൽ കുത്തിയിട്ട് കാരമലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടത്. സോ അതില്ലാത്തത് കൊണ്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് ആക്കിയത്. സോ ഇതിങ്ങനെ കഴിച്ചു നോക്കാം. സോ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഉണ്ടാക്കിയ ആള് കഴിച്ചു നോക്കട്ടെ. ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ട് പൊട്ടിച്ച്. Oh my god. So sweet. നല്ല എന്താണ്, സ്വീറ്റ്സ് കഴിക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും അങ്ങനെ കഴിച്ചു നോക്കാം. ഫസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കിയാൽ കഴിക്കാനൊക്കെ പറയാം. ആ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം സെറ്റ് സാധനമാണെന്ന്, ഒന്നും പറയാനില്ല. ജസ്റ്റ് ഒരു ബൗണ്ടി ആണ്, ബട്ട് അതിലേക്ക് കാരമലൈസ് ചെയ്ത് അതിന്റെ ഷുഗർ ഡയബറ്റീസ് ഒന്നും കഴിക്കണ്ട. ബട്ട് ഇറ്റ്സ് വർത്ത്. 1 ടൈം സ്വീറ്റ് കൊള്ളാം. നമ്മളെ ഈ കാരമൽ ഉണ്ടാക്കുമ്പോൾ അത് കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയാൽ കഴിഞ്ഞു കഥ. കരിഞ്ഞത് ഇത് കരിഞ്ഞിട്ടില്ല, പക്ഷെ കരിഞ്ഞാല് കഴിഞ്ഞ്. ഇത് കൊള്ളാം. ബാക്കിയുള്ള ബേർഡ്സ് നമുക്ക് ബൗണ്ടി ഉണ്ടാക്കാം. ബൗണ്ടി ഇതൊക്കെ ചെയ്തെന്നപ്പോ എനിക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. സോ ലഞ്ച് എന്തെങ്കിലും കഴിക്കണ്ടേ, വീട്ടിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇൻഡോമി ഉണ്ടായിരുന്നു. പാഷൻ പറഞ്ഞ അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ റെസിപ്പി ഒക്കെ പറഞ്ഞെടുത്ത് ചീസി നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ചൈനീസ് ചുക്കാൻ ചിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനീസ് ചുക്കാൻ ചിക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. സെറ്റ് സാധനമാണ്. കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. ഇതിപ്പോ എങ്ങനെ കഴിക്കാന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഈ എഗ് യോക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഹാഫ് ബോയിൽ ആണ് ഗൈസ്. കേട്ടോ, നൂഡിൽസ് ഇതിന്റെ സ്മെല്ല് സെറ്റ് ഒന്നും പറയാ. ഞാൻ കഴിച്ചു നോക്കട്ടെ. വാല് വെള്ളം വരുന്നുണ്ട്. ബിസ്മില്ലാ. സീരിയസ് ആണ്, ഒന്നും പറയില്ല. ഇതിന്റെ റെസിപ്പി വേണ്ടവര് നമ്മുടെ കമന്റ് കേട്ടോ. സെറ്റ് സാധനം. മാഗി ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ മാഗി ഞാൻ കഴിച്ചു തുടങ്ങിയത് ഇവിടുത്തെ വന്നതിന് ശേഷം. സംബന്ധിച്ച സാധാ മാഗി എല്ലാം ഉണ്ടാക്കുമ്പോ നല്ല വെറൈറ്റി സാധനം ഉണ്ടാക്കാം. അപ്പോ ഇത് ഒന്നും പറയാനില്ല, ജെന്യുവിൻ
ശ്രദ്ധിക്കുക. ഇത് അതിൽ ടിപ്പ് ചെയ്ത് സെറ്റ്. എഗ്ഗില് മുക്കിയിട്ടല്ല ഗൈസ് അത് കഴിക്കാം. കഴിക്കേണ്ടതില്ല. കാരണം പറഞ്ഞില്ലേ ഈസ് നോട്ട് ഈറ്റിംഗ് ദ മാഗി. അതാണ്. Yeah, I am not eating. She is eating. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയുള്ള വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കുറെ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം നമുക്കിപ്പം ഇതുപോലുള്ള ഇനിയും വീഡിയോസ് കുറെ വരുന്നതായിരിക്കും. ഇനിയിപ്പോ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഗിവ് പോലുള്ള കുറെ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇനി വരും. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അല്ല, അതുകൊണ്ട് നിങ്ങൾ അടിച്ച് പൊട്ടിച്ചാളാം. പിന്നെ നമ്മൾ കുറച്ച് ഫുഡിന്റെ റിവ്യൂ ചെയ്യും. അത് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ മാത്രമാണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കിയാൽ ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് അധികം പേരും അവരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി ചെയ്യുന്ന റിവ്യൂസ് ആണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ആ ഷോപ്പുകളിൽ പോയി നമ്മൾ കറക്റ്റ് റിവ്യൂ, അതായത് ആ ടേസ്റ്റ് എങ്ങനെയാണോ, ടേസ്റ്റ് ഇല്ല, അത് കറക്റ്റ് റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ബൈ.